ഇവിടെ വരുവാനിടയായത് ഒരു വലിയ ദൈവ അനുഗ്രഹമായിട്ട് കരുതുകയാണ്. അതിന് ദൈവം അവസരമൊരുക്കിയത് നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ജോയ്സൺ വഴിയായിട്ടാണ്. വർഷങ്ങളായി ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധവും സ്നേഹവുമുണ്ട്. ആ സ്നേഹത്തിൻ്റെ പേരിൽ ഇവിടെ ഈ മരിയൻ ധ്യാനം ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറയുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഇവിടെ വരുവാനിടയായി എന്നുള്ളതാണ്. ഒരു ദൈവ ശുശ്രൂഷയെ സംബന്ധിച്ച്, വചന പ്രഭാഷകനെ സംബന്ധിച്ച് വചനം അറിയിക്കണമെന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ വകുപ്പില്ല എന്നുള്ളതാണ്. ഞാൻ ഇത്രയും നാൾ എൻ്റെ പൗരോഹിത്യ ആചാര്യ ശുശ്രൂഷയിൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് ആരെങ്കിലും വിളിച്ചാൽ നോ എന്ന് പറയാറില്ല. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ദൗത്യത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഈ അനുഗ്രഹീത ധ്യാനകേന്ദ്രത്തിൽ വന്നു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗവും അതുപോലെ തന്നെ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഒരു വലിയ സമർപ്പണവും ഇവിടെ ആയിരിക്കുവാനായിട്ട് എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. അതിൽ പ്രത്യേകം ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. മാതാവിനെ പറ്റി പ്രസംഗിക്കണമെന്ന് പറയുമ്പോൾ അതിന് ഒട്ടും അർഹതയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഒരു കാലത്ത് ഞാൻ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പാരമ്പര്യമനുസരിച്ച് മാതാവിനോടൊക്കെ ജപമാല ചൊല്ലുന്നത് അത്ര പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരമല്ല മലങ്കര സഭയ്ക്കുണ്ടായിരുന്നത്. മാതാവിനോട് പ്രാർത്ഥിക്കും, പക്ഷേ അങ്ങനെ അഗാധമായി പ്രാർത്ഥിക്കുന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ മൈനസ് സെമിനാരിയിൽ ചേരുവാനായിട്ടിടയായത്. 1968 പല ആൾക്കാർ വന്ന് ജനിക്കാത്തവരാണ്, അമ്മമാരും പിതാക്കന്മാരും ഒക്കെ കഴിച്ച്. അങ്ങനെ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ ജപമാല പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പ്രാർത്ഥന ചൊല്ലുമോ എന്ന് ചോദിച്ചാൽ മുട്ടുകുത്തി അവിടെ നിൽക്കും, പക്ഷേ അങ്ങനെ വലിയ പ്രാർത്ഥനയൊന്നും ചൊല്ലായിരുന്നില്ല. അങ്ങനെ ചൊല്ലുന്ന പോലെ നിന്നിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് ഒരു ചെറിയൊരു അഭിനയം ജപമാലൊക്കെ പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ മറ്റ് വൈദിക വിദ്യാർത്ഥികളൊക്കെ ആഴത്തിലെ ജപമാല ധ്യാനിച്ച് ചൊല്ലുന്നവരായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലെ ഒരു 3-ാം വർഷമായപ്പോൾ ഞാൻ സെമിനാരി പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ സെമിനാരിയിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യുവാൻ, പിൻവാങ്ങുവാനായിട്ട്, തിരിച്ചു പോകുവാനായിട്ട് തീരുമാനിച്ച് വീട്ടിൽ തിരിച്ചു പോയ ഒരു വ്യക്തിയാണ്. അന്ന് അവിടെ ഞങ്ങളുടെ മെത്രാപ്പൊലീത്തായിരുന്നത് ഭാഗ്യ സ്മരണാർഹനായ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. ഇപ്പോൾ ഞാൻ സെമിനാരിയിലെ പിതാവിൻ്റെ അടുത്ത് നിന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളെല്ലാം അരമന സെമിനാരിക്ക് ഒന്നാണ്. അപ്പോൾ എന്നെ ഒരു ദിവസം കാണാതിരുന്ന അവസരത്തിൽ തിരുമേനി ചോദിച്ചു, ആ ബ്രദർ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോഴേ റക്ടച്ചൻ പറഞ്ഞ ബ്രദർ തിരിച്ച് വീട്ടിൽ പോയി, പഠിക്കാനായിട്ടൊന്നും വലിയ താല്പര്യമില്ലാത്തതുപോലെ വീട്ടിൽ പോയി തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി തിരിച്ച് വിളിച്ച് എന്നോട് ചോദിച്ചു, എന്തിനാണ് ബ്രദറെ തിരിച്ചു പോയത്, വൈദികനാകാൻ താല്പര്യമില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഒരു 10-12 വർഷം പഠിച്ച് നല്ലൊരു വൈദികനാകാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയം. അതുകൊണ്ട് കുറേ കൂടെ പക്വതയായിട്ട് ഞാൻ വരാമെന്ന് വിചാരിച്ച് പഠിച്ചിട്ടൊക്കെ.
അപ്പോൾ അടുത്ത വാക്കിലെ തിരുമേനിയോട് മാതാവിനോട് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. കള്ളം പറയാൻ മനസ്സനുവദിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷെ വലിയ വിശ്വാസമൊന്നുമില്ലെന്ന് പറഞ്ഞു. മാതാവിനോട് പ്രാർത്ഥിക്കും, പക്ഷെ വലിയ വിശ്വാസമൊന്നും അന്നത്തെ ആ സെമിനാരിക്കാരൻ്റെ നിഷ്കളങ്കതയിൽ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് നല്ലൊരു ജപമാല എടുത്തിട്ട് പറഞ്ഞു, ബ്രദർ, ഈ ജപമാല എന്നും പ്രാർത്ഥിച്ചോണം, എല്ലാ പ്രതിസന്ധികളും മാറുമെന്ന് പറഞ്ഞു. ഇപ്പോഴും എൻ്റെ പോക്കറ്റിലൊരു ജപമാല കിടപ്പുണ്ട്. എല്ലാ ദിവസവും പോക്കറ്റിൽ ജപമാല ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം, എല്ലാ പ്രതിസന്ധികളും എല്ലാ വെല്ലുവിളികളും മാറുമെന്ന് പറഞ്ഞു. അന്നേരവും എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, വീട്ടിൽ തിരിച്ചു പോകണ്ട ബ്രദർ, സെമിനാരിയിൽ പഠനത്തിന് പോകണം, ദൈവവിളിയൊക്കെ ഉണ്ട്, പ്രതിസന്ധികളൊക്കെ മാറുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഈ അഭിനന്ദനായ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയിൽ നിന്ന് മാതാവിൻ്റെ ഒരു ജപമാല സ്വീകരിച്ച് അത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ജപമാല ചൊല്ലി സെമിനാരി ജീവിതം ആരംഭിച്ച് പിന്നീട് ആലുവ പൊന്തിപ്പിക്കൽ സെമിനാരിയിലെ മംഗലപ്പുഴ സെമിനാരികളിലും കോളേജുകളിലും സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പഠിച്ച് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ശുശ്രൂഷ ചെയ്ത് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു എന്ന് വരികിൽ അതിൻ്റെ ഏക ഉത്തരവാദി പരിശുദ്ധ ദൈവമാതാവാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാതാവിൻ്റെ ഒരു അത്ഭുതം, മാതാവിൻ്റെ അനുഗ്രഹം ജീവിതത്തിൻ്റെ എല്ലാ നിലകളിലും തുടർന്ന് അനുഭവിക്കുന്ന മാതാവിൻ്റെ ഒരു എളിയ ദാസനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാതാവിനെ പറ്റി ആര് പ്രസംഗിക്കാൻ വിളിച്ചാലും ഞാൻ പോകും, ആരോഗ്യമുണ്ടെന്ന് വരികിൽ മറ്റു തടസ്സമില്ല എന്നതിൽ. കാരണം മാതാവ് നൽകിയ ഒരു പൗരോഹിത്യം, മാതാവ് നൽകിയ ആചാര്യ ശുശ്രൂഷ, അത് ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ അനേകം ഭാഗങ്ങളിൽ, ഏതാണ്ട് 47ഓളം രാജ്യങ്ങളിൽ ഈ മാതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് ദൈവിക ശുശ്രൂഷ, വചന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധ്യമായി എന്നുള്ളത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഇവിടെ ഞാൻ ഈ അൾത്താരയിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് സാധ്യമാകുന്നത്, മാതാവിൻ്റെ ജീവിതത്തിൽ ധാരാളം ദൈവിക പുണ്യങ്ങളും അനുഗ്രഹങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 2-3 കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാതാവ്, ദൈവമാതാവ്, ഷി വാസ് ഓൾവേസ് സെൻസിറ്റീവ് ടു ദ നീഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആവശ്യങ്ങളും താല്പര്യങ്ങളും ഒരിക്കലും നിരസിക്കാതെ ജീവിച്ചവളായിരുന്നു പരിശുദ്ധ കന്യകാമറിയം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ താല്പര്യങ്ങളും ദൈവം നൽകുന്നതായിട്ടുള്ള കൃപകളും ദൈവം നൽകുന്നതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുമെല്ലാം മാതാവിനെ പോലെ ഭംഗിയായി നിറവേറ്റുമ്പോൾ, മാതാവ് നമുക്കറിയാം നസ്രയത്തിലെ എളിയ ഭവനത്തിൽ നിന്ന് ഈ ലോകത്ത് യേശുവിനോടൊപ്പം കാൽവരി വരെ യാത്ര ചെയ്യുകയും കാൽവരിയിൽ മരിച്ച് ഉത്ഥാനം ചെയ്തവനായ കർത്താവായ യേശുക്രിസ്തു മാതാവിനെ മാലാഖമാരാൽ അയച്ച് സ്വർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മാതാവ് ദൈവത്തിൻ്റെ വചനം എപ്പോഴും കേൾക്കുകയും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിന് വലിയ സാക്ഷിയായി മാറുകയും ചെയ്തു എന്നതാണ്. സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് വചനം. വചനം നമുക്കറിയാം, ലോഗോസ്, കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ അറിയുകയും യേശുക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുകയും യേശുക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ മാധുര്യയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ജീവിതം അനുഗ്രഹദായകമായിട്ടുള്ള ജീവിതമായിട്ട് മാറുവാനായിട്ടിടയാണ്. പരിശുദ്ധ മാതാവ് തനിക്ക് ദൈവം കൊടുത്തതായ
ഈ ലോക ജീവിതത്തിൻ്റെ ദൗത്യം, ആ ദൗത്യം നമുക്കറിയാം, ദൈവത്തിൻ്റെ അമ്മയായിത്തീരുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അമ്മയായിത്തീരുവാൻ പരിശുദ്ധരായ അനേകം അമ്മമാർ യഹൂദിയായാലും അതോടൊപ്പം തന്നെ യൂദയായാലും ഒക്കെ നോമ്പ് നോറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായി ചരിത്രം നമ്മെ സാക്ഷിക്കുന്നുണ്ട്. എന്നാൽ നസ്രയത്തിലെ ഈ മറിയത്തിൻ്റെ അടുത്താണ് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്നത്, ആനിമാറ്റോസാദ് വനൂരിയ പാപലേശമേശാത്ത പരമപരിശുദ്ധേ, നിനക്ക് സമാധാനം. കൈറോസ്, നീ ഉല്ലസിച്ച് ആഹ്ലാദിച്ച് സന്തോഷിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നിന്നോടുകൂടി ആയിരിക്കുന്നുള്ളതാണ്. മാതാവിൻ്റെ ജീവിതത്തിലെ മഹത്വത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്വർഗത്തിലേക്ക് കടന്നു ചെന്നതിൻ്റെ എല്ലാം അടയാളം, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാതാവിൻ്റെ ഹൃദയത്തിൽ, ഉദരത്തിൽ ദൈവം ജനിക്കുവാനായിട്ടിടയായി. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത്, ആനിമോറ്റാസ് പദ്വനോദിയ, പാപലേശമേശാത്ത പരമപരിശുദ്ധ, നീ ഭാഗ്യവതിയായിരിക്കുന്നുവെന്ന്. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, അല്ലെങ്കിൽ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായിരിക്കും. എത്ര മനോഹരമായ സന്ദേശമാണ് മറിയത്തിന് ലഭിച്ചത്. അവൾക്ക് ദൈവത്തിൻ്റെ അമ്മയായി തീരുവാനുണ്ടായ ഏറ്റവും വലിയ ഗുണമെന്താണെന്ന് ചോദിച്ചാൽ, പാപലേശമേശാതെ പാപരഹിതയായി വിശുദ്ധിയിൽ, ദൈവബന്ധത്തിൽ, ദൈവവചനത്തിൻ്റെ മാധുരിയിൽ ദൈവത്തോട് ചേർന്ന് തൻ്റെ ജീവിതം സമർപ്പിച്ചു എന്നുള്ളതാണ്. മാതാവ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നിർവഹിക്കുന്നവർ മാതാവിനെ പോലെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ ഈ മരിയൻ ധ്യാന പ്രസംഗത്തിൽ പങ്കെടുക്കുന്നതായ നമ്മെ സംബന്ധിച്ച് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ മനോഭാവം ഇതാണ്. മാതാവിനെ പോലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുക, ദൈവത്തിൻ്റെ ഈ വചനം ധ്യാനിക്കുക, ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ മാധുരി തിരിച്ചറിയുക, ആ വചനത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. മാതാവ് ദൈവിക കാര്യങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തതിൻ്റെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞുവല്ലോ, ഷി വാസ് ഓൾവേസ് സെൻസിറ്റീവ് ടു ദ നീഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം തൻ്റെ ജീവിതത്തിൽ കൊടുക്കുവാൻ മാതാവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാതാവ് ദൈവത്തിൻ്റെ മനസ്സ് എന്നെപ്പറ്റി എന്താണെന്ന് പറഞ്ഞു. ജെറമ്യാസിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ ജെറമ്യാസ് പ്രവാചകൻ പറയുന്നത്, ദൈവത്തിന് നിങ്ങളെപ്പറ്റി എല്ലാം നല്ല പദ്ധതിയുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെപ്പറ്റിയുള്ള പദ്ധതി എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, നന്മയ്ക്ക് വേണ്ടിയുള്ള നല്ല പദ്ധതിയാണ്. എന്നെപ്പറ്റിയുള്ള പദ്ധതി ഞാൻ പറഞ്ഞു. ഞാൻ സെമിനാരിൽ പഠിച്ച് വൈദികനായി മെത്രാനായി ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങളോരോരുത്തരും നമ്മുടെ കുടുംബങ്ങൾക്ക് മാതാപിതാക്കളായി നേതൃത്വം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതിനോട് ചേർന്ന് നമ്മുടെ രാഷ്ട്രത്തെ, പൊതുസമൂഹത്തെ, സ്കൂളുകളിലെ, ആശുപത്രികളിലൊക്കെ ശുശ്രൂഷിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ മാതാവ് ചെയ്ത ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നോയിങ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന് എന്നെപ്പറ്റിയുള്ള താല്പര്യം എന്താണ്? ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, ദൈവത്തിന് എന്നെപ്പറ്റിയുള്ള താല്പര്യം എന്താണ്? ദൈവത്തിൻ്റെ ഒരു മകൻ, മകൾ എന്നുള്ള നിലയിൽ ദൈവത്തിന് എന്നെപ്പറ്റി നല്ല പദ്ധതിയുണ്ട്, നല്ല ലക്ഷ്യമുണ്ട്, നല്ല താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യമനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ മാതാവിനെ പോലെ മഹത്വമുള്ളവളായിത്തീരും. മാതാവ് ഈ പദ്ധതി അറിയുകയും, നോയിങ് ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് അക്സെപ്റ്റിംഗ് ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പദ്ധതി അതുപോലെ തന്നെ അംഗീകരിക്കുവാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് സന്തോഷകരമായ അനുഭവമായിരിക്കുകയില്ല. ദുഃഖത്തിൻ്റെയും വേദനയുടെയും പ്രയാസങ്ങളുടെയും അതോടൊപ്പം തന്നെ പ്രതിസന്ധികളുടെയുമായിട്ടുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതാണ്. ഞാൻ പറഞ്ഞുവല്ലോ, എൻ്റെ ജീവിതത്തിൽ സെമിനാരി വൈദികനായി വന്ന അവസരത്തിൽ പ്രതിസന്ധിയിലൂടെ ഞാൻ തിരികെ കടന്നുപോയ അവസരത്തിൽ
അന്നത്തെ മെത്രാപ്പൊലീത്തൻ പറഞ്ഞ അക്സെപ്റ്റ് ദി വിൽ ഓഫ് ഗോഡ്, മാതാവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ തീരുമാനം അംഗീകരിക്കുക എന്ന് പറഞ്ഞ് മാതാവിനോടൊപ്പം നടക്കുവാൻ താല്പര്യമെടുത്തപ്പോൾ, അതിന് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമർപ്പണം നടത്തിയപ്പോൾ ദൈവത്തിൻ്റെ ആ അംഗീകാരം അല്ലെങ്കിൽ തീരുമാനം എന്താണെന്ന് എനിക്ക് തിരിച്ചറിയുവാനായിട്ട് സാധ്യമായി. ഓരോ മാതാവിനും പിതാവിനും ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തിന് എന്നെക്കൊണ്ടുള്ള ആവശ്യം എന്താണെന്ന് തിരിച്ചറിയുകയും അത് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ, അത് അനുധാവനം ചെയ്യുകയും ചെയ്യുമ്പോൾ, അംഗീകരിക്കുക മാത്രമല്ല അതിൻ്റെ പിന്നാലെ നമ്മൾ സത്യസന്ധമായി യാത്ര ചെയ്യുമ്പോൾ ഒരു നല്ല പിതാവായി, നല്ല അമ്മയായി, നല്ല സഹോദരനായി, സഹോദരിയായി, അല്ലെങ്കിൽ ശുശ്രൂഷകനായി, സന്യാസിയായി, സന്യാസിനിയായി ഏത് ജീവിത ദൗത്യവും ദൈവം നമുക്ക് നൽകിയാലും മാതാവിനെ പോലെ അത് തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് യേശുവിനെ ദൈവത്തെ അനുധാവനം ചെയ്യുമ്പോൾ, ഫോളോയിങ് ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് സഫറിങ് ഫോർ ദ വിൽ ഓഫ് ഗോഡ്, എല്ലാ ജീവിതാവസ്ഥയിലും വേദനകളും സഹനങ്ങളും വെല്ലുവിളികളും രോഗങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ഞാൻ കർത്താവിൻ്റെ കുരിശിനോടൊപ്പം യാത്ര ചെയ്തെന്ന് നസറത്തിൽ നിന്ന് കാൽവരി വരെ യാത്രയായ മാതാവിനെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവ പദ്ധതി നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ മഹാന്മാരായി തീരുകയാണ്, വിശുദ്ധരായി തീരുകയാണ്, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരുവാനായിട്ടിടയാകുകയാണ്. അങ്ങനെ ഈ മാതാവിനെ നമ്മൾ നോക്കുമ്പോൾ മാതാവ് ദൈവത്തിൻ്റെ താല്പര്യത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? മാതാവിലൂടെ ദൈവത്തിന് ലോകത്തിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് സാധ്യമായി. വിശുദ്ധനായ അംബ്രോസ് പറയുന്നത് ഇതാണ്: ദൈവത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ സാധ്യമായ ഒരു ഗോവേണിയായ പരിശുദ്ധ മാതാവ് രൂപാന്തരപ്പെട്ടുവെന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ മാതാവിലൂടെ ദൈവത്തിലേക്ക് കയറിപ്പോകുവാൻ സാധ്യമാകുന്ന ഒരു ഗോവേണിയായി മാതാവ് രൂപാന്തരപ്പെട്ടുവെന്നാണ്. ദൈവത്തെ ലോകത്തിന് കൊടുക്കുവാൻ കഴിവുള്ള അമ്മയായി മാതാവ് രൂപാന്തരപ്പെട്ടത് ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് സ്വയം വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചത് കൊണ്ട് മാതാവ് ദൈവത്തിൻ്റെ അമ്മയായി തീരുവാനായിട്ടിടയായും. അതുകൊണ്ടാണ് പരിശുദ്ധ മാതാവിന് നമ്മൾ ദൈവത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത്. പാപമില്ലാതെ ജീവിച്ചത് കൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ ആനിമാത്തോസ് അത് മനൂജിയ പാപലേശമേശാത്ത പരമകന്യകെ നിന്നിൽ ദൈവം സംവൃതനായിരിക്കും പറയുവാനായിട്ടിടയായത്. അനേകം കന്യകമാര് ദൈവത്തിൻ്റെ അമ്മയായി തീരുവാൻ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ജീവിച്ചു വന്ന് സഭാചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മാതാവിനെ പോലെ നിർമ്മല ഹൃദയമുള്ളവരായി തീരുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ, നൈർമല്യമുള്ളവരായി തീരുവാൻ, പാവരഹിതരായി തീരുവാനായിട്ട് നമുക്ക് സാധ്യമാകുമെന്ന് വരികിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ധന്യമായ ജീവിതമായി തീരും. അതിനാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ഇഷ്ടം അംഗീകരിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം അനുധാപനം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ത്യാഗങ്ങളും സഹനങ്ങളും ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ പരിശുദ്ധ മാതാവിനെ പോലെ നമ്മൾ രൂപാന്തരപ്പെടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ദൈവം നൽകുന്നതായിട്ടുള്ള വാഗ്ദാനമാണ്. ഇത് മാത്രമല്ല, ഈ മാതാവിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവത്തെ അറിയുകയും ദൈവത്തിൻ്റെ വചനം പിൻചെല്ലുകയും ചെയ്യുന്നവർക്ക് എത്രമാത്രം ഉയരുവാൻ സാധ്യമാകുമെന്ന് മാതാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നസ്രത്തിലെ ഒരു സാധാരണ പെൺകുട്ടി, അവൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് നമുക്കറിയാവുന്ന പോലെ ദൈവിക കാര്യങ്ങൾക്ക് തന്നെ സമർപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് കടന്നു വരികയും അവളെ ദൈവത്തിൻ്റെ അമ്മയായി തീരുവാനായിട്ടുള്ള അറിയിച്ച് അവൾ ഉയർന്ന് ദൈവത്തിൻ്റെ അമ്മയായി തീർന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയ പരിശുദ്ധ മറിയമാണ് നമ്മുടെ ചിന്താ വിഷയം, ധ്യാനത്തിൻ്റെ വിഷയം എന്ന് പറയുന്നു. നമ്മൾ എത്ര ചെറിയ മനുഷ്യരായിരുന്നാലും, എത്ര ലളിതമായ ജീവിതമുള്ളവരായിരുന്നാലും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പരിഗണനയിൽ ഒരിക്കലും നമ്മൾ ചിന്തയ്ക്ക് വിഷയമാകാത്ത മനുഷ്യരായിരുന്നാലും, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അറിയുന്നവർക്ക് എത്രമാത്രം ഉയർന്ന് വളരുവാൻ സാധ്യമാകുമെന്ന്
മാതാവിൻ്റെ ജീവിതം നമുക്ക് വലിയ ഒരു പാഠപുസ്തകമാണ്. മാതാവ് വളരെ ലളിതമായ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട മഹനീയമായ ഒരു ആത്മീയ യാത്ര എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു ജീവിത യാത്രയാണ്. അതുമാത്രമല്ല, ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരെ ദൈവം എത്രമാത്രം ശ്രദ്ധിച്ച് വളർത്തി ഉയർത്തും എന്നതിൻ്റെ അടയാളവും പരിശുദ്ധ കന്യക മറിയമാണ്. അപ്പോൾ മാതാവിൻ്റെ ഈ ഒരു ധ്യാനം നമ്മൾ ആയിരിക്കുന്ന അവസരത്തിൽ മാതാവിനെ പോലെ ആൾവേസ് സെൻസിറ്റീവ് ടു ദ നീഡ്സ് ഓഫ് ഗോഡ്, ദൈവീക കാര്യങ്ങൾക്കും ദൈവത്തിനും ദൈവത്തിൻ്റെ വചനങ്ങൾക്കും ആത്മീയ ജീവിതത്തിനും ധ്യാനത്തിനും വിശുദ്ധ കുർബാനയ്ക്കും കൗദാശികമായ അനുഭവങ്ങൾക്കും ദൈവികമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ കൊടുക്കുന്ന സമർപ്പണവും ത്യാഗവുമെല്ലാം നമ്മളെ വലിയ ദൈവിക മനുഷ്യരായി രൂപാന്തരപ്പെടുത്തുന്ന അനുഭവമായി മാറുമെന്ന് പരിശുദ്ധ കന്യകാമറിയം നമ്മളെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. മാതാവിനെ സംബന്ധിച്ച് പറയുവാൻ സാധ്യമാകുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഷീ വാസ് ഓൾവേസ് സെൻസിറ്റീവ് ടു നീഡ്സ് ഓഫ് ദ ഫാമിലി. ദൈവം അവൾക്ക് കൊടുത്ത വലിയ ഉത്തരവാദിത്വം. കർത്താവായ യേശുക്രിസ്തുവിന് ദൈവത്തിൻ്റെ കുമാരനെ തൻ്റെ ഉദരത്തിൽ കുടുംബത്തിൽ സ്വീകരിച്ച് ലോകത്തിന് സംഭാവനയായി നൽകുക എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിന് ഈ ലോകത്ത് മനുഷ്യർക്ക് സ്വർഗീയ സമ്മാനമായി നൽകിയത് പരിശുദ്ധ കന്യക മറിയമാണ്. അത് ദൈവത്തിൻ്റെ ആദ്യം മുതലേ ഉള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ഐസിയാസിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ മാതാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നിന്റെ പുത്രനും സ്ത്രീയുടെ പുത്രനും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കി. അങ്ങനെ ലോകത്തെ വീണ്ടെടുക്കുവാനായിട്ടുള്ള അമ്മയായി പരിശുദ്ധ മാതാവിനെ അനാദികാലം മുതൽ ദൈവം തിരഞ്ഞെടുത്തിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ മാതാവ് ഒരു കുടുംബം യോസേപ്പ് പിതാവിനോട് ചേർന്ന് നടത്തുകയും ആ കുടുംബത്തിൽ പരിശുദ്ധ മാതാവും യോസേപ്പ് പിതാവും യേശുവിനെ സ്വീകരിക്കുകയും വളർത്തുകയും യേശുവിന് ലോകത്ത് സംഭാവനയായിട്ട് നൽകുകയും ചെയ്തു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-52 വാക്യം നാം വായിക്കുന്ന അവസരത്തിൽ മാതാവിൻ്റെയും യോസേപ്പ് പിതാവിൻ്റെ അടുത്ത് വന്ന് യേശു വളർന്നപ്പോൾ, യേശു അവരുടെ ശിക്ഷണം സ്വീകരിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നവൻ അവൻ ദൈവത്തിൻ്റെ കൃപയിലും മനുഷ്യരുടെ പ്രീതിയിലും വളർന്നുവെന്നാണ്. ഈ മാതാവ് യോസേപ്പ് പിതാവിനോട് ചേർന്ന് നസ്രയത്തിൽ ആരംഭിച്ച ആദ്യത്തെ ക്രിസ്തീയ ഭവനം, അതിന് നമ്മളെ തിരുക്കുടുംബം എന്നാണ് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ ക്രിസ്തീയ ഭവനം ആരാണ് ആരംഭിച്ചു ചോദിച്ചാൽ പരിശുദ്ധ മറിയമാണ്. യോസേപ്പ് പിതാവിനോട് ചേർന്ന് ക്രിസ്തീയ ഭവനം ആരാണ്? യേശു ക്രിസ്തു ഉള്ള ഭവനമാണ് ക്രിസ്തീയ ഭവനം എന്ന് പറയും. അപ്പോൾ ഈ മാതാവും യോസേപ്പ് പിതാവും നസ്രയത്തിൽ ആരംഭിച്ച ഒരു ചെറിയ കുടുംബത്തിലാണ് യേശു വന്ന് പിറക്കുവാനായിട്ട് ഇടയായതെന്ന്. അപ്പോൾ ലോകചരിത്രത്തിലെ ആദ്യത്തെ ക്രിസ്ത്യാനി ആരാന്ന് ചോദിച്ചാൽ പരിശുദ്ധ കന്യക മറിയമാണ്. കാരണം അവളാണ് ആദ്യമായി യേശുവിനെ ഉദരത്തിൽ സ്വീകരിക്കുവാൻ ദൈവീക വരം ലഭിച്ച പരിശുദ്ധയായ അമ്മ എന്ന് പറയും. അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഈ മാതാവിനെ പോലെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഭവനമായിട്ട് മാറുന്നു. ആ യേശുവിനെയും കൂട്ടിക്കൊണ്ട് നമ്മളുടെ വീടുകളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഭവനം യേശുവുള്ള നല്ല ക്രിസ്തീയ ഭവനമായിട്ട് മാറുവാനായിട്ടിടയാകുന്നു. ആ ക്രിസ്തീയ ഭവനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും കരുതലും നന്മയെല്ലാം എല്ലാവർക്കും ലഭിക്കുവാനായിട്ടിടയാകുന്നു. ഇങ്ങനെ മാതാവ് ആരംഭിച്ച കുടുംബത്തെ സംബന്ധിച്ച് പറയുന്നത്, ആ കുടുംബത്തിന് പറയുന്ന പേര് ഗ്ലോറിയ ഭവനമെന്നാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായ ഭവനം. മാതാവും യോസേപ്പ് പിതാവും ഉണ്ണിയേശുവും ഒന്നിച്ചു ചേർന്ന് എല്ലാ ദിവസവും പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഭവനം രൂപീകരിച്ചുകൊണ്ടാണ് അത് തിരുക്കുടുംബമെന്ന് അറിയപ്പെടുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിശുദ്ധനായ പൗലോസ് 1 തെസ്സലോനിക്കർ 5-18 വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരു ക്രിസ്തീയ കുടുംബം നിങ്ങളെല്ലായ്പ്പോഴും സദായിപ്പോഴും ദൈവത്തിന് സ്തോത്രം പറയുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും ദൈവത്തിന് എണ്ണീറ്റാൽ ഉടനെ
സ്തോത്രം പറയുന്ന കുടുംബങ്ങളാണ് ഗ്ലോറിയ ഭവനങ്ങളെന്ന് പറയും. ഇപ്പോൾ എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും ഗ്ലോറിയ ഭവനങ്ങളായി രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ എണീറ്റാൽ ഉടനെ ദൈവത്തിന് സ്തോത്രം പറയുന്ന ഗ്ലോറിയ ഭവനങ്ങളാണോ തിരുക്കുടുംബങ്ങളാണോ? ചില അവസരത്തിലൊക്കെ നമ്മുടെ കുടുംബങ്ങളുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. അവധിക്കാലത്ത് നിങ്ങളുടെ രൂപതയിൽ കുട്ടികൾക്ക് ഈ ബൈബിൾ ക്ലാസ്സുകൾ നടത്താറുണ്ട്. 10,000, 1000, 2000 കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന അവധിക്കാലത്ത് ബൈബിൾ ഓറിയൻറ്റേഷൻ കോഴ്സിന് വരും. അവിടെ ക്ലാസ്സൊക്കെ നല്ല പണ്ഡിതരൊക്കെ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ഈ ക്യാമ്പുകളിൽ പോയ കുട്ടികളോട് ഇങ്ങനെ തമാശയൊക്കെ ചോദിക്കാറുണ്ട്. കാരണം കുട്ടികളോട് തിയോളജിയും ഫിലോസഫിയും പറഞ്ഞ് മനസ്സിലാകും. അപ്പം ഞാൻ കുട്ടികളോട് ഇങ്ങനെ അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, രാവിലെ എണ്ണീറ്റ ഉടനെ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? മക്കളെ എന്താ ചെയ്യുന്നത്? രാവിലെ എണ്ണീറ്റാൾ ഉടനെ അവിടെ ഒരു കുട്ടി പറഞ്ഞു, ഞാൻ രാവിലെ എണ്ണീറ്റ ചാടിയുണ്ട് ബ്രഷ് എടുത്ത് പല്ല് തേക്കുന്നതിന്. ഞാൻ ചോദിച്ചു, വേറെ ഞങ്ങൾ കുളിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, വേറെ എന്ത് ചെയ്യും? അത് ഞങ്ങൾ എന്താണ് എണീറ്റ ഉടനെ കട്ടൻ കാപ്പിയെ കുളിക്കുന്നില്ല, നിങ്ങൾ വർത്താനമൊക്കെ പറയുന്നില്ല. ചില പറഞ്ഞാൽ ഫോൺ എടുക്കുമെന്നുള്ളൂ. ഞാൻ പറഞ്ഞു, വേറെ വല്ലതും ചെയ്യുന്നവരുണ്ടോ എന്ന് ചോദിച്ചു. അവിടെങ്കിലും നമ്മൾ സാധാരണ ഇന്ന് അനേകം എണീറ്റാൽ ഉടൻ ചെയ്യുന്ന ഫോൺ എടുക്കുന്നവരും കാപ്പി കുടിക്കുന്നവരും പല്ല് തേക്കുന്നവരും കുളിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, വേറെ വല്ലതും ചെയ്യുന്നവരുണ്ടോ? അവിടെ ഒരു കുട്ടി ചാടി എണീറ്റ് പറഞ്ഞു, തിരുമേനി ഞാൻ എണ്ണീറ്റ ഉടനെ എന്ത് ചെയ്യുക, രാവിലെ എണ്ണീറ്റ് മുട്ടുകുത്തുമെന്ന് പറഞ്ഞു. ഞാനിവിടെ കിട്ടും കട്ടിലിന് താഴെ മുട്ടുകുത്തും. എന്നുവെച്ചാൽ മുട്ടുകുത്തി എന്ത് ചെയ്യും? മുട്ടുകുത്തിയിട്ട് മലങ്കര കത്തോലിക്ക സിമഡ മലബാർ സഭയിലെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞ് മുട്ടുകുത്തി കുമ്പിട്ടിട്ട് എണീക്കത്തുള്ളൂ. അതൊരു വ്യത്യാസമുള്ള ഭവനമാണ്. രാവിലെ എണീറ്റാണ് കൊച്ചു കുഞ്ഞ് മുട്ടുകുത്തി നീലിംഗ് ഡൗൺ മുട്ടുകുത്തി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എണീക്കത്തുള്ളൂ. അങ്ങനെ 3 പ്രാവശ്യം പറയും. മലങ്കര കുർബാനയിൽ ഇത് 3 പ്രാവശ്യം പറയുന്നത് വലിയ തിയോളജിയാണ്, അത് വലിയ സമർപ്പണമാണ്. ഞാൻ ചോദിച്ചു, മോളെ ആരാ ഇത് പഠിപ്പിച്ച്? മമ്മി പഠിപ്പിച്ചാണ്. മമ്മി പഠിപ്പിച്ചതാണിത്. മമ്മി പഠിപ്പിച്ച എന്താണെന്ന് ചോദിച്ചാൽ, എണ്ണീറ്റാടന നീലിംഗ് ഡൗൺ ബിഫോർ ദ ലോർഡ്. ദൈവത്തിൻ്റെ മുമ്പിൽ എണ്ണീറ്റാലുടനെ മുട്ടുമടക്കുന്ന കുടുംബം ഗ്ലോറിയ ഭവനമാണ്. അത് ദൈവ കൃപ നിറഞ്ഞ ഭവനമാണ്. ഞാൻ ആ കുഞ്ഞിനോട് വെച്ച് വേറെന്ത് ചെയ്യും? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മമ്മി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കട്ടിലിനടുത്ത് മുട്ടുകുത്തി 3 പ്രാവശ്യം ദൈവമേ നീ പരിശുദ്ധനാണെന്ന് പറഞ്ഞ് സ്തുതിച്ചിട്ടേ ഉറങ്ങാൻ പോകുവാൻ. ഈ പരിശുദ്ധ മാതാവ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവ കൃപ കൊണ്ട് നിറയുന്ന ഗ്ലോറിയ ഭവനങ്ങളായി മാറ്റിത്തീർക്കണമെന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. മാതാപിതാക്കളെയൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഈ അൽത്താരിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്നുണ്ട്, എൻ്റെ അപ്പച്ചൻ ഒരു ദിവസം പോലും പള്ളിയിൽ പോകാത്ത ദിവസം എൻ്റെ ജീവിതത്തിൽ ഓർമ്മയില്ല എന്നുള്ളത്. എല്ലാ ദിവസവും എണീറ്റ ഉടനെ മക്കളെയെല്ലാം വിളിച്ച് നിർത്തി മുട്ടുകുത്തിച്ച് പ്രാർത്ഥിച്ച്, അപ്പനാണ് ആദ്യമേ പള്ളിയിൽ പോകും. ഞങ്ങളൊക്കെ അന്ന് ചില പോകാറൊന്നുമില്ല, അമ്മച്ചി ചിലപ്പോഴൊക്കെ പോകാതിരുന്നാലും 2 പേരും പോകുന്നവരാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ ദൈവവിളിയൊക്കെ സ്വീകരിച്ച് മുത്രാനൊക്കെ ആകുവാനാണ്. അപ്പോൾ ഈ കുടുംബം എന്ന് പറയുന്നത് അത് ദൈവകൃപയുടെ സങ്കേതമാണ്. അതാണ് മാതാവ് നമുക്ക് നൽകിയ നീലിംഗ് ഡൗൺ ബിഫോർ ദ ലോർഡ്. രാവിലെ എണ്ണീറ്റാൽ ഉടനെ ഒരു ഗ്ലോറിയ ഭവനത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥന ചൊല്ലാം. ജപമാലയോ മാതാവിനോടോ വിശുദ്ധന്മാരോടോ വേദപുസ്തകം വായിക്കും. അപ്പം അങ്ങനെ ഒരു ഗ്ലോറിയ ഭവനത്തിന് നേതൃത്വം കൊടുത്തവളാണ് പരിശുദ്ധ കന്യകാമറിയം. ഇന്ന് നമുക്ക് അറിയാം വേറെ 2 രീതിയിലുള്ള ഭവനം കൂടിയുണ്ട്. സോഫിയ ഭവനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പോൾ 500-ഓളം കുഞ്ഞുങ്ങളിൽ ഒരു കുട്ടി മാത്രമേ പറഞ്ഞുള്ളൂ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നെന്ന്. ബാക്കി എല്ലാവരും ലൗകിക കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. കുട്ടികൾക്ക് നല്ല സ്കൂൾ വേണം, കോളേജ് വേണം, വിദ്യാഭ്യാസം വേണം, ജോലി വേണം, കാറ് വേണം, നല്ല 2 നില കെട്ടിടങ്ങൾ ഒക്കെ വേണം, എല്ലാം വേണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മാനുഷിക ചിന്ത അനുസരിച്ചും പ്രവർത്തനമനുസരിച്ചൊക്കെ ആവശ്യമാണ്. വേണ്ടാന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ദൈവത്തെ മറന്നുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം വ്യർത്ഥമായി തീരുകയാണ്.
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രദ്വാര നിങ്ങൾ വായിച്ചു കാണും. വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് നിഷ്കളങ്കരായ മനുഷ്യരാണ്, നല്ല മനുഷ്യരാണ്. ഞങ്ങളുടെ നാട്ടുകാരൊക്കെ നല്ല മനുഷ്യരാണ്. അവരൊക്കെ ജീവിച്ചിങ്ങനെ വരുമ്പോൾ വലിയ ഒരു ഉരുൾപൊട്ടി 500ഓളം ആൾക്കാരാണ് മരിച്ചത്. 119 പേരെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. 3000ഓളം ആൾക്കാർ ആശുപത്രികളിലും ക്യാമ്പുകളിലും കഴിയുന്നു. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നാൽ മാനുഷികമായ നമുക്കുത്തരവൊന്നുമില്ല എന്ന് വരികിൽ തന്നെയും നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ നമുക്കറിയാം താൽക്കാലികത വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഈ ലോകത്ത് അനന്തമായി ജീവിച്ച് ഈ ലോകത്തിനപ്പുറത്ത് വേറെ ജീവിതമില്ല. ഞാൻ ഉള്ള കാലം മുഴുവൻ ഇങ്ങനെ ജീവിച്ച് നല്ല ജോലിയൊക്കെ ചെയ്ത് നല്ല കാറിലൊക്കെ യാത്ര ചെയ്ത് ഈ ലോകത്തിൻ്റെ ആഡംബര ജീവിതങ്ങളെല്ലാം ഞാൻ സ്വന്തമാക്കി ജീവിക്കുമെന്ന് പറയുന്ന ഈ സോഫിയ ജീവിതം, ലോകത്തിൻ്റെ ജീവിതം സ്വപ്നം കാണുന്ന വ്യക്തികൾ നമുക്കറിയാവുന്ന പോലെ അതൊക്കെ സ്വപ്നം കണ്ട് നന്നായിട്ട് സുഖമായിട്ടൊക്കെ ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ താല്പര്യത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഞാൻ അതിനെതിരൊന്നുമില്ല. പക്ഷേ ഇതെത്ര നാൾ മുന്നോട്ട് പോകും? 80, 90, 100 അല്ലെങ്കിൽ 110. അത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ എന്താണ് എൻ്റെ ജീവിതം, എങ്ങോട്ടാണ് പോകുന്നത്? അവിടെയാണ് പരിശുദ്ധ മറിയം ഈ ലോകത്തു നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു യാത്ര, സ്വർഗാരോപണം എന്ന് പറയുന്നു. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഈ ലോകത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, ഈ സോഫിയ കുടുംബങ്ങളിൽ ജീവിക്കുന്നവർ മറന്നു പോകുന്ന ഒരു കാര്യം, ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതത്തിനപ്പുറത്ത് ദൈവം വാഗ്ദാനം ചെയ്ത ഒരു സ്വർഗരാജ്യത്തിൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തെ പിന്തുടരുന്നു എന്ന് പരിശുദ്ധ മാതാവ് തൻ്റെ ജീവിതത്തിലൂടെ സ്വർഗാരോപണത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള ഈ ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെ ജീവിക്കുന്നത്. ലൗകികമായ നന്മകളിലും ആഡംബരങ്ങളിലും ഭൗതിക സുഖസമൃദ്ധിയും മാത്രമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്ന അനേകം സോഫിയ കുടുംബങ്ങളുള്ളപ്പോൾ അവർ താൽക്കാലികമായ ജീവിതത്തിലൂടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലെ നമുക്കറിയാവുന്ന പോലെ നിശാശപ്പെട്ടു പോകുന്ന അനേകം മനുഷ്യര് നമ്മളുടെ ഇടയിലുണ്ട്. എന്നാൽ നല്ലൊരു വിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചാൽ ഈ ലോക ജീവിതം താൽക്കാലിക ജീവിതമാണെന്നതിനപ്പുറത്ത് യേശു പറഞ്ഞു ക്രിസ്ത്യാനിക്ക് മരണമില്ല എന്ന്. യേശു പറഞ്ഞു ക്രിസ്ത്യാനിക്ക് മരണമില്ല. എന്താന്ന് ചോദിച്ചാൽ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമല്ല. യേശു മരിച്ച് 3-ാം ദിവസം ഉത്ഥാനം ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് ലോകത്തോട് ശക്തമായി പ്രഘോഷിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. എൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർക്ക്, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്നും ആ നിത്യജീവന്റെ അടയാളമാണ് ഈ വിശുദ്ധ കുർബാന എന്നും പറഞ്ഞ് സ്വർഗീയ അപ്പവും യാത്രയും നമുക്ക് നൽകിയവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ ലോകത്ത് മാത്രം ചുരുങ്ങി നിൽക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്നുള്ള മഹത്തായ സന്ദേശം നമ്മുടെ കുടുംബങ്ങളിൽ കാത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ മറിയം അതാണ് ചെയ്തത്. അവൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധ മറിയം ദൈവ കൃപ നിറഞ്ഞ ഗ്ലോറിയ ഭവനത്തിന് നേതൃത്വം കൊടുത്ത അമ്മയാണ്. നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവ മഹത്വമുള്ള ആ കുടുംബങ്ങളായിട്ട് മാറിത്തരണം. ലോകത്തിൻ്റെ ആഡംബരങ്ങളിൽ മാത്രം ഒഴുകി നിൽക്കുന്ന സോഫിയ ഭവനങ്ങളായി അലപ്പതിക്കുവാൻ ഇടയാകരുത് എന്നുള്ളതാണ് പരിശുദ്ധ മറിയം നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നു. 3-ാമത്തെ ഭവനം എന്താണെന്ന് വെച്ചാൽ മാഫിയ ഭവനങ്ങളാണ്. എല്ലാ തിന്മകളും പ്രതിസന്ധികളും ഒക്കെയുള്ള കുടുംബം. ഞാൻ ഇന്നലെ ഒരു അച്ഛൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത്. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തെ പറ്റി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ തിരുമേനി ഭയങ്കര കഷ്ടമാണ് ആ കുടുംബത്തിൻ്റെ കാര്യം. ഞാൻ ചോദിച്ചെന്താണെന്ന് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ ആ പിതാവ് കരഞ്ഞോണ്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു എന്ത് പറ്റിച്ചാൽ എനിക്ക് നല്ല പരിചയമുള്ള ഭവനമാണ്. ആ മൂത്ത മകൻ അവൻ കള്ളും കുടിച്ച് അവൻ കഞ്ചാവ് മടിച്ച് വന്നിട്ട് അപ്പൻ്റെ ഈ തലയുടെ ഭാഗമെല്ലാം അടിച്ച് പൊളിച്ച് ഈ അച്ഛൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് ആ പിതാവ് കടന്നു വന്നവൻ. അവന് പള്ളിയിൽ പോകാറില്ല, മനുഷ്യരെ കാണാൻ ഇറങ്ങാറില്ല.
അവൻ മയക്കുമരുന്നൊക്കെ കഴിച്ച് ഇഷ്ടമുള്ള സാധനമൊക്കെ ഭക്ഷിച്ച് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുന്ന 26-27 വയസ്സുള്ള ഒരു മകൻ പിതാവിന് കൊടുത്ത സമ്മാനമാണ്. എന്തോ കാര്യം ചോദിച്ചപ്പോൾ കരണത്തടിച്ച് ആ കിരണം പൊട്ടിക്കൊണ്ട് ഈ പിതാവ് അച്ഛൻ്റെ അടുത്ത് അച്ഛ എന്ത് ചെയ്യാനാണ്, അച്ഛന് ഉപദേശിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള മാഫിയ ഭവനങ്ങൾ, മദ്യവും മയക്കുമരുന്നും അതുപോലെയുള്ള തിന്മകളും കടന്നു വരുന്നതായ ഭവനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം നല്ല ഗ്ലോറിയ ഭവനങ്ങൾക്ക് മാതൃകയാകേണ്ടത് നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങൾ നമുക്കറിയാവുന്ന പോലെ ഒരു വലിയ വെല്ലുവിളിയാണ്. പ്രാർത്ഥിച്ച് ആരാധിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ മാതാപിതാക്കളുടെ സ്നേഹത്തിൽ വസിക്കുന്ന നല്ല കുടുംബങ്ങൾ. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഈ ആദ്യത്തെ തിരുക്കുടുംബത്തിൻ്റെ സന്ദേശം അത് സ്നേഹിക്കുന്ന കുടുംബമായിരുന്നു, ദൈവവിശ്വാസമുള്ള കുടുംബമായിരുന്നു, പ്രത്യാശയുള്ള കുടുംബമായിരുന്നു, ആതിഥ്യ മര്യാദയുള്ള കുടുംബമായിരുന്നു. ഇങ്ങനെ ഗ്ലോറിയ ഭവനങ്ങളുടെ ഒരു വലിയ നേതൃത്വ ശുശ്രൂഷയാണ് പരിശുദ്ധ കന്യകാമറിയം. ഷി വാസ് സെൻസിറ്റീവ് ടു ദ നീഡ്സ് ഓഫ് ദി ഫാമിലി എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. മാതാവിനെ പറ്റിയും തിരുക്കുടുംബത്തെ പറ്റിയും ഞാനങ്ങ് വായിച്ച ഒരു കഥയുണ്ട്. അതായത് ഈ മാതാവും യോസേപ്പ് പിതാവ് ഉണ്ണിയേശു അങ്ങനെ തിരുക്കുടുംബത്തിൽ കുഞ്ഞു കുടുംബമാണ് നസ്രയത്തിലെ കുടുംബം താമസിച്ചപ്പോൾ ഒരു അസ്വസ്ഥനായ മനുഷ്യൻ അവിടെ ഈ വിശുദ്ധ നാളുകൾ കാണുവാനായിട്ട് വന്നപ്പോൾ ആൾക്കാരോടൊക്കെ ചോദിച്ചു, ഇവിടെ നല്ല സമാധാനവും സന്തോഷമൊക്കെ ഉള്ള കുടുംബം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഇവിടെ നല്ല സമാധാനവും സന്തോഷമൊക്കെ ഉള്ള നല്ല കുടുംബം എന്താണെന്ന് ചോദിച്ചാൽ നസ്രയത്തിലെ ജോസഫിൻ്റെയും മറിയുടെയും കുടുംബമാണ്. വലിയ ബഹളവും കുഴപ്പമൊന്നും ഇല്ലാതെ നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവിടെ സഞ്ചാരി ഈ വീട്ടിൽ ചെന്നു. ഈ യോസേപ്പ് പിതാവിൻ്റെ വീട്ടിലെ മാതാവ് ഉണ്ണിയേശുള്ള വീട്ടിൽ ചെന്ന് യോസേപ്പ് പിതാവിനാണ് അവിടെ. അദ്ദേഹം യോസേപ്പ് പിതാവ് നമുക്കറിയാം മരപ്പണിക്കാരൻ, മരപ്പണി ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സഞ്ചാരി പറഞ്ഞു, ജോസഫ് നിങ്ങളുടെ കുടുംബമാണ് നല്ല സമാധാനവും സന്തോഷമൊക്കെ ഉള്ള കുടുംബം എന്ന് പറയുന്നത് എന്താണ് ഇതിന് കാരണം? യോസേപ്പ് തടിപ്പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ണുയർത്തി സഞ്ചാരി നോക്കിയിട്ട് പറഞ്ഞു, അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. നല്ലൊരു ഭാര്യയെ കിട്ടിയിട്ടുണ്ട്. അവിടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ എണീറ്റ ഉടനെ ഇങ്ങനെ സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് ജീവിക്കുക. സങ്കീർത്തനങ്ങൾ മാതാവെപ്പോഴും യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് യാതൊരു കുറവുമില്ല, ഇങ്ങനെ സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് വീട്ടിലൂടെ നടക്കുന്ന നല്ലൊരു ഭാര്യയെ ലഭിച്ചത് കൊണ്ടാണ് ഇവിടെ സമാധാനവും സന്തോഷവും പ്രത്യാശയൊക്കെ ഉള്ളതെന്ന് പറയുന്നത്. മാതാവിൻ്റെ ഒരു പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരുന്നു പറയുന്നത്. മാതാവിൻ്റെ ലുത്തിനിയ പ്രാർത്ഥനയോട് ചേർന്ന് മാതാവ് അന്ന് പ്രാർത്ഥിച്ചിരുന്നുവെന്ന് പണ്ഡിതന്മാരായ ആൾക്കാർ. മാതാവ് രാവിലെ എണീച്ച് അവിടുന്ന് എപ്പോഴും പറയുമായിരുന്നു, അബ്ബാ ആമേൻ ഹല്ലേലൂയ, അബ്ബാ ആമേൻ ഹല്ലേലൂയ, പിതാവേ നിൻ്റെ ഇഷ്ടം നിനക്ക് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ഈ വീട്ടിൽ കൂടെ എപ്പോഴും ഇങ്ങനെ അബ്ബാ ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു കിടക്കുന്ന ഒരു സ്ത്രീ, ഭാര്യ മറിയം. മറിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മറിയോ ദൈവം കൂടെയുള്ളവൾ. അങ്ങനെ ദൈവം കൂടെയുള്ള ഈ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരു ഭാര്യയുള്ളതാണ് ഈ വീടിൻ്റെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ എന്ന് യോസേപ്പ് പിതാവ് തൻ്റെ ഭാര്യയായ മറിയത്തെ സംബന്ധിച്ച് സഞ്ചാരിയോട് പറഞ്ഞപ്പോൾ ഈ സഞ്ചാരിക്ക് ഒരു ആഗ്രഹം, എന്നാൽ ഈ ഭാര്യ ഒന്ന് കണ്ടിട്ട് പോകാം. അപ്പോൾ ഈ മാതാവ് കളിക്കുന്നപ്പോൾ ഇങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി പച്ചക്കറിയും മീനും ഒക്കെ കുഞ്ഞു കുടുംബത്തിന് വേണ്ടി ഉച്ചഭാഷണം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സഞ്ചാരി മാതാവിനോട് ചോദിച്ചു, ഈ കുടുംബത്തിൻ്റെ ഏറ്റവും നല്ല സമാധാനത്തിൻ്റെയും സന്തോഷത്തിനെല്ലാം കാര്യം നിങ്ങൾ നല്ല ഒരു ഭാര്യ ഇവിടെ ഉണ്ടെന്നാണെന്ന് യോസേപ്പ് പിതാവ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞ, മനുഷ്യനുണ്ടല്ലോ നാക്കെടുത്താൽ മറ്റവരെ പറ്റി നന്മയെ പറയാറുള്ളൂ, ഒരു മനുഷ്യനെ പറ്റിയും ചീത്ത പറയാറില്ല. എന്നെപ്പറ്റി ഇതുവരെ ഒരു മോശമായ വാക്ക് പറയുകയോ ശാസിക്കുകയോ ഉണ്ട്. ഇതുപോലെ ഒരു നല്ല മനുഷ്യൻ, ആ മനുഷ്യൻ എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അവതാരമാണ് യോസേപ്പ് പിതാവ്. യാതൊരു പരിഭവമോ ദുഃഖമോ കുറവോ ഇല്ലാത്ത യോസേപ്പ് പിതാവിൻ്റെ വർഷം പ്രഖ്യാപിച്ചപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞത് എന്താണ്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിഴലായി യോസേപ്പ് പിതാവ് കുടുംബത്തിൽ ജീവിച്ചുവെന്നാണ്. അപ്പോൾ ഒരു പിതാവ് എങ്ങനെയായിരിക്കണം? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിഴലായ കുടുംബത്തിൽ ജീവിക്കുന്ന
ഒരു ഭർത്താവ്, ഇതാണ് മറിയം പറഞ്ഞത്, ആ മനുഷ്യൻ നാക്കെടുത്താൽ നല്ല കാര്യം പറയാറുള്ളൂ, നല്ല വാക്കുകളെ പറയാറുള്ളൂ, ആരെ പറ്റിയും കുറ്റം പറയാറില്ല, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല. എപ്പോഴും ഇങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹവും കൃതലും കൊടുക്കുന്ന ഒരു യൗസപിതാവ്. നോക്കുക, ഈ ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കന്മാർ തമ്മിലുള്ളൊരു ബന്ധം. ഈ ഭാര്യയെപ്പറ്റി ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥന നടക്കുന്ന ഒരു ഭാര്യ എനിക്ക് കിട്ടി. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിഴലായ ഒരു ഭർത്താവിനെ കിട്ടി. അവർക്ക് കിട്ടിയ കുട്ടി ആരാണ്? കുട്ടി ആരാണെന്ന് ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ പുത്രൻ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന യോസേഫ് പിതാവിനെ പോലെയും മാതാവിനെ പോലെയുള്ള ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കന്മാരുള്ള ഭവനത്തിലെ കുഞ്ഞുങ്ങളെല്ലാം യേശു കുഞ്ഞുങ്ങളായിരിക്കും എന്നുള്ളതാണ്. അവിടെ മാഫിയ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകില്ല, മനസ്സിലായില്ലേ? മാഫിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന എവിടെയാണ് ഞാൻ പറഞ്ഞത്? അവിടെ ദൈവബോധമോ അല്ലെങ്കിൽ മാതാപിതാ ബന്ധമോ ബഹുമാനമോ ഒന്നും ഇല്ലാത്തിടത്താണ്. അപ്പോൾ ഈ സഞ്ചാരിക്കുന്നേരം ഒരു സന്തോഷം തോന്നി, എന്നാൽ യേശു കുഞ്ഞിനെ കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്. അവിടെ സഞ്ചാരി യേശു കുഞ്ഞിനെ കാണാനായിട്ട് വന്നപ്പോൾ യേശു കുഞ്ഞ് മറ്റു കുട്ടികളോട് ഇങ്ങനെ എന്താണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യേശുവിൻ്റെ അടുത്ത് എന്നിട്ട് ഈ സഞ്ചാരി ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഇത്ര നല്ല അനുഗ്രഹവും കൃപയും കിട്ടിയത്? അപ്പോൾ യേശു കുഞ്ഞ് പറഞ്ഞു, എനിക്ക് ദൈവത്തെ കാണണമെന്നരികിൽ എൻ്റെ പിതാവിനെ കണ്ടാൽ മതി. എനിക്ക് ദൈവാനുഗ്രഹം ലഭിക്കണമെന്നൊരു എൻ്റെ അമ്മയെ ഒന്ന് കണ്ടാൽ മതി. അവൾ ദൈവത്തെ കാണാൻ സാധ്യമാകുന്ന മകനും മകൾക്കും ദൈവത്തെ കാണാൻ സാധ്യമാകുന്ന ഒരു പിതാവ്, ദൈവാനുഗ്രഹം ലഭിക്കുവാനായിട്ട് അമ്മയെ കണ്ടാൽ മതി എന്ന് പറയുന്ന ഒരു അമ്മയുടെ സാന്നിധ്യമാണ് ഈ കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റിയത്, ഗ്ലോറിയ ഭവനമാക്കി മാറ്റിയത്, ആദ്യത്തെ ക്രിസ്തീയ കുടുംബമാക്കി മാറ്റി തീർത്തത്. മാതാവിനെ ഞാൻ പറഞ്ഞല്ലോ, മാതാവ് ഓൾവേസ് സെൻസിറ്റീവ് ടു ദ നീഡ്സ് ഓഫ് ദ ഫാമിലി. കുടുംബത്തിൽ ദൈവസാന്നിധ്യം കാത്തുസൂക്ഷിക്കുവാൻ, പരസ്പര സ്നേഹം കാത്തുസൂക്ഷിക്കുവാൻ, ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുവാൻ, തൻ്റെ മകനെ മറ്റുള്ളവർക്ക് നല്ല മാതൃകയായി തീരുവാൻ, മറ്റുള്ളവർക്ക് നല്ല മാതൃകയായി തീരുവാൻ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ആ കുടുംബത്തിലൂടെ എല്ലാവർക്കും കൊടുക്കുവാനായിട്ട് പരിശുദ്ധ മാതാവിനും യോസേഫ് പിതാവിനും കഴിഞ്ഞതുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ മഹത്വമുള്ള വിശുദ്ധ തിരുക്കുടുംബമായി ആ കുടുംബം, ക്രൈസ്തവ കുടുംബം രൂപാന്തരപ്പെട്ടത് എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് മാതാവിനെ പോലെയും യോസേഫ് പിതാവിനെ പോലെയും നമ്മുടെ കുടുംബങ്ങളെല്ലാം വിശുദ്ധീകരിച്ച്, നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവകൃപ കൊണ്ട് നിറച്ച്, അവിടെ സ്നേഹവും സമാധാനവും പരസ്പര ബഹുമാനവും ആതിഥ്യമര്യാദയും. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിൽ കയറി ചെന്നാൽ ഉടനെ, കുടുംബങ്ങളിലോ പള്ളിയിലോ എവിടെ ചെന്നാലും ഉടനെ എന്താണ് കുടിക്കുവാൻ വേണ്ടത്, എന്താണ് കഴിക്കുവാൻ വേണ്ടതെന്നൊക്കെ ചോദിച്ച് കൊടുക്കുന്ന ഒരു വലിയ ആതിഥ്യമര്യാദയുണ്ട്. നമുക്കിവിടെ അമേരിക്കയിലൊക്കെ ശുശ്രൂഷ ചെയ്ത് നമ്മൾ ഡയറക്റ്റ് ലക്ഷണങ്ങൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ പറയും, ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, യു വെയിറ്റ് ദെയർ. മലയാള കുടുംബം അല്ല മറ്റു സായിപ്പിൻ്റെ കുടുംബം, പ്ലീസ് വെയിറ്റ് ദെയർ, വി ആർ ഈറ്റിംഗ് ആഫ്റ്റർ ദി ഫുഡ് വി ക്യാൻ ടോക്ക് എന്ന് പറയും. നമ്മളൊന്നും അങ്ങനെ പറയാറില്ല. നമ്മളവിടെ കയറി ചെന്ന് നമുക്ക് ഭക്ഷണം ഇല്ലെന്നതിൽ ഓടി ചെന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ചായ വേണോ, കാപ്പി വേണോ, എന്താണ് ഭക്ഷിക്കുവാനുള്ളത്, ചോറ് വേണോ, അല്ലെ പോകുന്നതിന് മുമ്പ് എന്ത് കഴിച്ചിട്ട് പോകുന്നു ഒക്കെ. ഇവിടെ വന്നപ്പോൾ റോയ്സിനൊക്കെ എന്താ കഴിച്ചിട്ട് മേലെ പോകുന്നൊക്കെ ചോദിച്ചാണ് നിൽക്കുന്നത്. പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇതൊരു വലിയ ആതിഥ്യമര്യാദയാണ്. ഈ ആതിഥ്യമര്യാദയെ സംബന്ധിച്ച് പിതാക്കന്മാർ പറഞ്ഞത് ഹോസ്പിറ്റാലിറ്റി സ്പിരിച്വാലിറ്റി എന്നാണ്. നമ്മുടെ വീട്ടിൽ കയറി വരുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് ആത്മീയതയാണ്. അവന് ഭക്ഷിക്കുവാൻ കൊടുക്കുന്നത് ആത്മീയതയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ദാഹിക്കുന്നവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, വിശക്കുന്നവന് ആഹാരം കൊടുത്താൽ, രോഗിയെ സന്ദർശിച്ചാൽ, വേദനിക്കുന്നവനെ നിങ്ങൾ പരിചരിച്ചാൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി മാറുമെന്ന് ക്രിസ്തീയ കുടുംബങ്ങൾ മറ്റുള്ളവർ കൊടുക്കുന്ന ഏറ്റവും വലിയ സാക്ഷ്യമാണ്. നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങൾ ഈ സമൂഹത്തിന് കൊടുത്ത വലിയ സാക്ഷ്യമാണ് ഹോസ്പിറ്റാലിറ്റി. ആര് കയറി വന്നാലും അവർക്ക് ഭക്ഷിക്കുവാനും കുടിക്കുവാനും ആതിഥ്യ മര്യാദയോടെ അവരെ സ്വീകരിക്കുവാനും ആദരിക്കുവാനുമുള്ള ഹോസ്പിറ്റാലിറ്റി ഈസ് എ പാർട്ട് ഓഫ് സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തീയ കുടുംബങ്ങളിൽ നമ്മളെ കാസൂക്ഷിക്കുന്നതായി ആധ്യാത്മികതയുണ്ട്. ഇതെല്ലാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പരിശുദ്ധ മാതാവും യോസേഫ് പിതാവും നമുക്ക് നൽകുന്ന നല്ല കുടുംബത്തിൻ്റെ മാതൃകതയാണ്.
മൂന്നാമത് മാതാവിനെ പറ്റി പറയുവാനായിട്ട് ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഷീ വാസ് സെൻസിറ്റീവ് ടു ദ നീഡ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ എപ്പോഴും മുന്നിൽ കണ്ട് സഹായിക്കുന്ന പരിശുദ്ധ കന്യക മറിയം. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവരാണ് പരിശുദ്ധ കന്യക മറിയം. വിശുദ്ധനായ ബർണാഡ് അതാണ് പറഞ്ഞത്, മാതാവിൻ്റെ എത്രയെന്നുള്ള മാതാവ് എൻ്റെ സംഘത്തിലൊളി വന്നിൻ്റെ അപേക്ഷ സാധിച്ച യാതൊരുവനെ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ബർണാഡിൻ്റെ ഈ പ്രാർത്ഥനയാണ്. ഈ മാതാവിൻ്റെ സങ്കേതങ്ങളിൽ കടന്നു ചെന്ന് ആരെല്ലാം അപേക്ഷിച്ചിട്ടുണ്ടോ, ആരെല്ലാം യാചിച്ചിട്ടുണ്ടോ അത് മുഴുവൻ സാധിക്കുന്ന പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ സ്വർഗീയമായ മധ്യസ്ഥതയാണ്. ഞാൻ ചില അവസരത്തിലൊക്കെ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ജപമാല പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോഴത് ഗൗരവമായ പ്രതിസന്ധിയാണ്. സിസ്റ്റേഴ്സിനോട് വിളിച്ച് പറയും 2-3 പ്രാർത്ഥനയൊക്കെ മാതാവിനോടൊന്ന് പ്രാർത്ഥിച്ചേക്കണം, പരിചയമുള്ളവർ ഇത് അത്യാവശ്യമുള്ള മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാതാവ് അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവളാണ്. ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും മാതാവ് നമ്മെ അനുധാവനം ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണ്? മാതാവ് എന്താണ്? കാനായിലെ കല്യാണവേളയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ഭക്ഷണത്തിൻ്റെ രുചിയോ അതിൻ്റെ കുറവോ നോക്കിയപ്പോൾ മനസ്സിലായി അവിടെ വീഞ്ഞില്ല എന്ന്. അവിടെ മാതാവ് മനസ്സിലാക്കി ഇവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിൻ്റെ അടുത്ത് പറയുകയും അവൻ പറയുന്നത് പോലെ ചെയ്യാനായിട്ട് മാതാവ് ശിഷ്യന്മാരെ അനുശാസിക്കുകയും അങ്ങനെ വീഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ആ കുടുംബത്തിൽ, ദുഃഖം കടന്നു വരേണ്ട കുടുംബത്തിൽ വലിയ ആഹ്ലാദം, ഏറ്റവും നല്ല വീഞ്ഞ് വെള്ളം വീഞ്ഞാക്കി തീർത്തുകൊണ്ട് പരിശുദ്ധ മാതാവ് ആദ്യത്തെ അത്ഭുതം യേശുവിലൂടെ ലോകത്ത് നൽകുകയാണ്. അനേകം അനുഭവങ്ങളെ പറയുവാനായിട്ട് സാധ്യമാകും. ലോകത്തെ പ്രസിദ്ധനായ ഒരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അലക്സിസ് കരോൾ എന്നാണ്. ഈ അലക്സിസ് കരോൾ വലിയ ക്യാൻസർ രോഗിയായിട്ട് മാറി. അദ്ദേഹം പല പണ്ഡിതന്മാരായ ഫിഷഗ്വരന്മാരെയും കണ്ടു. അവരുടെ അടുത്ത് പോയി ചികിത്സകളൊക്കെ നടത്തി അവസാനം ഫിഷഗ്വരന്മാർ പറഞ്ഞു ഇനി അധികം നാൾ ജീവിതമൊന്നുമില്ല എന്ന് ഈ അലക്സിസ് കരോളിനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ലൂർദിൽ വിശ്വാസമുണ്ട്, നിങ്ങൾ ലൂർദിൽ പോയി ആ മാതാവിൻ്റെ അത്ഭുതക്കുളത്തിൽ ഒന്ന് കുളിച്ചാൽ ചിലപ്പോൾ നിനക്ക് സൗഖ്യമുണ്ടാകുവാൻ സാധ്യമാകും. നിരീശ്വരവാദിയായ അലക്സിസ് കരോൾ പറഞ്ഞു എനിക്ക് വേണ്ട, നാമാൻ്റെ കഥയൊക്കെ നമ്മൾക്കറിയാം. എങ്കിലും ആ കൂട്ടുകാരൻ്റെ നിർബന്ധം കൊണ്ട് ഈ അലക്സിസ് കരോൾ ലൂർദിൽ ചെന്നിട്ട് മാതാവിൻ്റെ അത്ഭുത കുളത്തിൽ കുളിക്കുവാനായിട്ടിടയാകുകയും അദ്ദേഹം ക്യാൻസർ രോഗത്തിൽ നിന്ന് സൗഖ്യമാകുകയും ചെയ്തതിനു ശേഷം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്, മൈ മദർ ഹിയർ ഐ ആം ഡിഫീറ്റഡ്. ലോകത്തിൽ ആരും തത്വജ്ഞാനം കൊണ്ട് അറിവ് കൊണ്ട് എന്നെ പരാജയപ്പെടുത്തുവാൻ സാധ്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഞാനൊരു രോഗിയായി വന്ന് എല്ലാ ഫിഷഗ്വരന്മാരെയും സമീപിച്ച് ശുശ്രൂഷ ചെയ്ത് പരാജയത്തിന് വക്കിലായിരുന്നപ്പോൾ നിന്റെ അത്ഭുത കുളത്തിൽ വന്ന് കുളിച്ച് ഹിയർ ഐ ആം ഡിഫീറ്റഡ് മൈ മദർ, നീ എന്നെ പരാജയപ്പെടുത്തിയിരിക്കും. നിരീശ്വരവാദിയായ അലക്സിസ് കരോൾ ഈ ലൂർദിലെ അത്ഭുതക്കുളത്തിൽ വന്ന് കുളിച്ച് സൗഖ്യമായ രോഗം മാറിപ്പോകുമ്പോൾ ഹിയർ ഐ ആം ഡിഫീറ്റഡ്, ഇന്നു മുതൽ ഞാൻ മാതാവിൻ്റെ ശിഷ്യനാണ്, വിശ്വാസിയാണ് എന്ന് പറഞ്ഞുപോയ മനോഹരമായ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ലൂർദിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ അത്ഭുത കേന്ദ്രങ്ങളിലും പരിശുദ്ധ മാതാവിൻ്റെ അത്ഭുതം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മെക്സിക്കോയിലെ ഗ്വാഡലുപ്പയിലും അതുപോലെ നമുക്കറിയാവുന്ന പോലെ ഫാത്തിമയിലും ലൂർദിലും അതുപോലെ അനേകം വിശ്വാസ കേന്ദ്രങ്ങളിൽ നമ്മുടെ വേളാങ്കണ്ണി ഉൾപ്പെടെയുള്ള ആ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അനേകം ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ, അവർക്ക് ലഭിച്ച അത്ഭുതകരമായ രോഗശാന്തിയുടെ അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ സൗഖ്യദായകമായ അനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധ്യമാകും. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് യൂറോപ്പിലൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ മെജുഗറി എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമുണ്ട് ബോസ്നിയ എന്ന് പറയുന്ന രാജ്യത്ത്. അവിടെ പോകുവാനായിട്ടിടയായി ഞാൻ പറഞ്ഞുവല്ലോ, മാതാവിനോടുള്ള ഒരു പ്രത്യേക അനുഗ്രഹം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മാതാവിൻ്റെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോകാവുന്നിടത്തൊക്കെ പോകുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ബോസ്നിയയിൽ ചെന്ന് ഈ മജുഗറിയിൽ അവിടെ ഒരു ലോഡ്ജൊക്കെ എടുത്ത് അവിടെ താമസിച്ച്
അവിടെ കുർബാനയൊക്കെ ചൊല്ലുവാനായി പിറ്റേ ദിവസം വരുമ്പോൾ വൈകിട്ട് 4 മണിക്ക് ഈ മാതാവ് പ്രത്യക്ഷ മജിഗറിയിൽ ഒരു മലയുടെ മണ്ടയ്ക്കാണ്. അതിൻ്റെ മുകളിൽ കയറിപ്പോകണേ ഭയങ്കര പ്രയാസമാണ്. ഈ ഊട് വഴി കൂടി ഇങ്ങനെ കയറി പോകണം. അപ്പോൾ ഞാനിങ്ങനെ കയറിപ്പോയ അവസരം ഈ മാതാവിന് മനുഷ്യരെല്ലാം കൂടി ബുദ്ധിമുട്ടിക്കാതെ ഈ മലയുടെ മുകളിലേക്ക് വന്ന് ഇറങ്ങാതെ താഴെ സമുദ്രത്തൊക്കെ മനുഷ്യർ വന്ന് കാറയിലൊക്കെ വന്ന് അവിടെ വന്നിറങ്ങി പ്രാർത്ഥിച്ച് കുർബാനയൊക്കെ മാതാവ് ഈ മലയുടെ മുകളിലേക്ക് കയറാൻ വയ്യാത്തടുത്ത് നമ്മുടെ മലയാറ്റൂർ കയറുന്ന പോലെയാണ്. അവിടെ വന്ന് എന്തിനാ മാതാവിന് ഇച്ചിരിയോടൊക്കെ നല്ല സ്ഥലത്തോട് ഏതായാലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഈ മലയുടെ മുകളിലേക്ക് ഈ താഴെയോട്ടായിരുന്നു ഒരു മനുഷ്യർ നല്ലതായിട്ടൊക്കെ പോകുന്നു. നമ്മളൊരു സോളിലോക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയി. കാരണം നമ്മുടെ ഒരു മാനുഷിക ചിന്തയനുസരിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ മലയുടെ മുകളിലോട്ട് കയറുമ്പോൾ നമ്മൾ ചോദിച്ച് മനസ്സിലുണ്ടായൊരു വികാരം കൊണ്ട് അവിടെ ചെന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലമൊക്കെ കണ്ടു, പ്രാർത്ഥിച്ചു, ഇറങ്ങി വന്നു. എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്നാലും മാതാവ് അങ്ങനെ കാണിച്ച് ശരിയായല്ലോ, മനുഷ്യരെല്ലാം ബുദ്ധിമുട്ടിക്കാതെ മാതാവ് കുറച്ചുകൂടി താഴെയിട്ടിറക്കി വന്നായിരുന്നു നല്ലായിരുന്നു. ഏതായാലും ഇങ്ങനെ പറഞ്ഞ് ഇറങ്ങി വരുന്ന അവസരത്തിൽ എൻ്റെ വലത്ത് കാല് വലിയൊരു കുഴിയിലേക്കങ്ങ് വീണു. അത് പിന്നെ വലിച്ചെടുക്കാൻ വയ്യ. മനസ്സിലായി, എൻ്റെ കൂടെ സെക്രട്ടറി അച്ഛനുണ്ടായിരുന്നു. ഈ കാല് എടുക്കാൻ വയ്യ, മനസ്സിലായില്ല, അതിൽ വലിയ കുഴിയിലോട്ടങ്ങ് വീണു. അപ്പോൾ ഈ അച്ഛൻ വളരെ പ്രയാസപ്പെട്ട് എൻ്റെ കാല് വലിച്ചെടുത്തു. പിന്നെ കാല് കുത്താൻ വയ്യ. അച്ഛൻ്റെ തോളയിൽ ഇങ്ങനെ കയ്യും പിടിച്ചുകൊണ്ട് ഒറ്റ കാലിൽ ഇങ്ങനെ ചാടി താഴെ വന്ന് ഞങ്ങളൊരു ടാക്സി എടുത്ത് ഞങ്ങളെ ലോഡ്ജിൽ പോയി. ലോഡ്ജിൽ ചെന്നപ്പോൾ എൻ്റെ കാല് കുത്താൻ വയ്യത്. പിറ്റേ ദിവസം രാവിലെ കുർബാന എല്ലുണ്ടതാണ്. അവൾ ഈ കാലങ്ങ് നീരൊക്കെ വെച്ച് ഇങ്ങനെ വരില്ല. അപ്പോൾ അച്ഛനൊരു തലകണയെ കൊണ്ടുവന്ന് അതിന് മുകളിലൊക്കെ ഇത് വെച്ച് ഞാനിവിടെ കിടന്നിങ്ങനെ ജമാലെടുത്ത് പ്രാർത്ഥിച്ച് മാതാവിനെ കാണാനായിട്ട് വന്നതാണ്. നല്ല മനുഷ്യർ കാലൊടിച്ച് വിടുന്ന മാതാവ്, എന്തൊരു മാതാവാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നാളെ രാവിലെ കുർബാന ചൊല്ലി പോകണമെന്ന് രാവിലെ എണീക്കുമ്പോൾ എൻ്റെ കാലൊക്കെ ശരിയായിരിക്കണമെന്ന് പറയും. നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ കാലിങ്ങനെ വിളിച്ചു, നാളെ എങ്ങനെ ഞാൻ ഈ കാലം കൊണ്ട് കുർബാന ചൊല്ലും. അങ്ങനെ വേദനിച്ച് ജമാല് ചൊല്ലി രാത്രിയിൽ അറിയാതെ ഉറങ്ങിപ്പോയി. രാവിലെ 6 മണിക്ക് നോക്കുമ്പോൾ കാലിന് യാതൊരു പ്രയാസമില്ല, 2 പോറൽ മാത്രമേ ഉള്ളൂ. അവിടെ ഒന്ന് 500 പേരോട് ചേർന്ന്, മനസ്സിലാകുന്നില്ല, അച്ഛന്മാരിലുമാണ്, അവരോട് ചേർന്ന് കുർബാന ചൊല്ലിയത് ഓർക്കുകയാണ്. മാതാവ് ചിലപ്പോഴൊക്കെ നമ്മളെ കാലൊടിക്കും, മനസ്സിലാകുന്നതിനാഴ്ച നല്ല സൗഖ്യം തരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാതാവ് ഞാൻ പറഞ്ഞല്ലോ, അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത അത്ഭുത പ്രവർത്തകയാണ് പരിശുദ്ധ കന്യകമറിയം. നമുക്കറിയാവുന്ന പോലെ ഈ ഗതസമയം ധ്യാന കേന്ദ്രം പരിശുദ്ധ മാതാവിൻ്റെ ഈ പേരിലുള്ള ധ്യാനം നടത്തി കഴിയുമ്പോൾ അനേകം ആൾക്കാർക്ക് സൗഖ്യദായകമായ നമുക്കറിയാവുന്ന പോലെ അനുഗ്രഹം ലഭിക്കും. നമ്മുടെ പ്രതിസന്ധികൾ മാറിപ്പോവും, കെട്ടുപാടുകൾ മാറിപ്പോവും, രോഗങ്ങളും ക്ലേശങ്ങളും പാപത്തിൻ്റെ തഴക്കങ്ങളുമെല്ലാം തകർത്ത് കളയുവാൻ പരിശുദ്ധ മറിയത്തിന് സാധ്യമാകും എന്നുള്ളതാണ് നമ്മളുടെ ഈ മാതാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവർ ഇന്ന സ്ഥലത്തൊന്നുമല്ല, എല്ലായിടത്തും അങ്ങനെയാണ്. മാതാവിൻ്റെ സാന്നിധ്യം നമുക്കറിയാവുന്ന പോലെ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത കന്യകമറിയമാണ്. നിത്യസഹായ മാതാവാണ്. അതുകൊണ്ടാണ് നാം നിത്യസഹായ മാതാവ് എന്ന് വിളിക്കുന്നത്. ഈ മാതാവിൻ്റെ ജീവിതമെല്ലാം നമുക്കറിയാം നിത്യസഹായത്തിൻ്റെ മാത്രമല്ല സഹനത്തിൻ്റെ ജീവിതം കൂടിയായിരുന്നു. സഹനത്തിൻ്റെ മാതൃകയിലൂടെ മാതാവ് യാത്രയെന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം മകനെ കുരിശിൽ തൂക്കി ഇറ്റിറ്റ രക്തം വീഴുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിശബ്ദയായി നിൽക്കുന്ന ഒരു സകലത്തിൻ്റെ മാതാവ്. ഈ യേശുവിൻ്റെ ശരീരമെടുത്തുകൊണ്ട് നടക്കാൻ പോകുമ്പോൾ നിശബ്ദമായി നിൽക്കുന്ന മാതാവ്. അവിടെയെല്ലാം മാതാവ് എന്താണ്? ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലെ ധ്യാനിച്ച് അത് ദൈവമഹത്വത്തിനായിട്ട് സമർപ്പിച്ചുവെന്നാണ്. ഈ സകലത്തിലൂടെ നമുക്കറിയാം ഒരു വലിയ വലിയ മഹത്വമുണ്ടായി എന്നുള്ളതാണ്. ദൈവം തൻ്റെ മകനെ ഈ ലോകത്തിലേക്ക് അയച്ച് അവനെ മരിപ്പിച്ച് ഉയർപ്പിച്ചപ്പോൾ ലോകചരിത്രത്തിന് വലിയ ഒരു സാക്ഷ്യം നൽകി. ക്രൈസ്തവർ ആദ്യകാലങ്ങളിൽ അവരെ വിളിച്ചിരുന്ന ഉത്ഥാനത്തിൻ്റെ മക്കളാണ്, ദ സൺസ് ഓഫ് ഈസ്റ്റർ. മരണമില്ലാത്തവരെന്നാണ് വിളിച്ചിരുന്നത്. കാരണം എല്ലാ പ്രതിസന്ധികളെയും മരണത്തെയും ജയിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ വിശ്വാസത്തിൻ്റെ അവകാശികളായി മാറിയത് ഈ സഹനത്തിൻ്റെ പാതയിലൂടെയാണ്. നമുക്കറിയാവുന്ന പോലെ സഭയുടെ 300 വർഷത്തെ ചരിത്രം രക്തസാക്ഷിത്വത്തിൻ്റെയും സകലത്തിൻ്റെയും ചരിത്രമാണ്. നമുക്കറിയാം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 313 പറഞ്ഞു, ഇനി ക്രിസ്ത്യാനികളെ കൊന്നാൽ രക്തസാക്ഷികളാക്കിയാൽ നമ്മുടെ രാജ്യത്ത് ജനമില്ലാതെ ആയിത്തീരെന്ന് പറയത്തക്ക രീതിയിൽ ക്രിസ്ത്യാനികൾ വളർന്നെവിടെയാണെന്ന് ചോദിച്ചാൽ സഹനത്തിൻ്റെ കുരിശിൻ്റെ യാത്രയിലൂടെയാണ്. ആ കുരിശിൻ്റെ യാത്രയിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്നത് സകലത്തിൻ്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയമാണ്. അങ്ങനെ നിത്യസഹായ മാതാവായ ഈ കന്യകാമറിയം നിത്യ സകലത്തിൻ്റെയും അമ്മയാണ് എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് മനോഹരമായിട്ടുള്ള ലക്ഷ്യബോധം നൽകുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്.
ഈ അമ്മയുടെ മാധ്യസ്ഥം, ഈ അമ്മയുടെ ജീവിതം, ഈ അമ്മ നമുക്ക് കാണിച്ചു തരുന്നതായിട്ടുള്ള മാതൃകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവിന് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹദായകമായ ജീവിതമാണ്. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഫ്ലോറിഡയിൽ പോകുവാനായിട്ടിടെ അമേരിക്കയിൽ, അവിടെയുള്ള പരിചയമുള്ള ഒരു വീട്ടിൽ ആ പിതാവിൻ്റെ മക്കളൊക്കെ എൻ്റെ വലിയ സുഹൃത്തുക്കളാണ്. ഞാൻ അവിടെ ഒരു പ്രോഗ്രാം ചെന്നപ്പോൾ ആ മക്കൾ വിളിച്ച് പറഞ്ഞു, തിരുമേനി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാം. ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും സമയമില്ല എന്ന് പറഞ്ഞു. എന്നാലും പിതാവ് എന്ന അപ്പച്ചനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാമെന്ന് പറഞ്ഞു. അല്ല, കോട്ടയത്തുള്ള നല്ലൊരു അപ്പച്ചൻ, ഇഷ്ടം പോലെ പൈസയുണ്ട്, നല്ല വീടുണ്ട് ഫ്ലോറിഡയിൽ, മക്കൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. പക്ഷേ ഈ പിതാവും മാതാവും കൂടി ഷോപ്പിങ്ങിന് പോയ സമയത്ത് തിരിച്ചു വന്നപ്പോൾ വീട്ടിലോട്ട് കയറിയപ്പോൾ കാല് തട്ടി പിതാവിൻ്റെ സ്റ്റെപ്പിലടിച്ച് ഒടിഞ്ഞു പോയി എന്നതാണ്. മക്കൾ രണ്ടുപേരും ഡോക്ടറാണ്. അമേരിക്കയിലെ എല്ലാ ആശുപത്രികളിലും ഒക്കെ നോക്കി അവർ പറഞ്ഞു ഇനി നട്ടെല്ല നേരെയാകില്ല, എണീക്കാൻ പറ്റില്ല, കിടക്കുകയാണ്. അങ്ങനെ ഈ പിതാവ് വേദനയോടെ കിടക്കുന്ന അവസരത്തിൽ മകൻ പറഞ്ഞു, ആ പിതാവ് ഒന്ന് വന്ന് പ്രാർത്ഥിക്കണമെന്ന് അപ്പച്ചന് ഭയങ്കര ഇഷ്ടമാണെന്ന് വരാമോ? ഞാൻ പിന്നെ സമയം കണ്ടെത്തി അവിടെ പോയി ഞാൻ മലങ്കര കയ്യിലുള്ള മലങ്കരക്കാർ കുരിശ് വെച്ച് തലയെ വെച്ചൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ പിതാവ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. നടുവൊടിഞ്ഞ് കിടക്കുന്ന പിതാവ് ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു വേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു വിഷമോ? എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ പിതാവ് ഈ ലോകത്തിലെ ജീവിതമൊക്കെ തീർന്നു, നടുവൊടിഞ്ഞ് ഇനിയൊന്നും മുന്നോട്ട് എണീക്കാനൊന്നും പറ്റിയല്ല, ഇനി അങ്ങേ ലോകത്തോട്ട് നോക്കിക്കിടക്കുകയാണെന്ന്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മനോഹരമായ ജയമാലയുണ്ട്. ഈ ജയമാല പിടിച്ചുകൊണ്ട് പറയും അങ്ങേ ലോകത്തോട്ട് നോക്കിക്കിടക്കുകയാണ്. എന്ന് വെച്ചാൽ എത്രയും വേഗം അങ്ങ് പോയാൽ നടുവൊടിഞ്ഞ് ഇവിടെ കിടക്കുന്ന എന്തിനാ? പിന്നെ തിരുമേനെ വിളിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുമേൻ്റെ കയ്യിലിരിക്കുന്ന കുരിശുണ്ടല്ലോ, മലങ്കര കുരിശ്, അത് വെച്ചുള്ള തലയിലൊന്ന് പ്രാർത്ഥിച്ചാൽ, ഒരു റൂസ്മ നൽകിയാൽ, ഒരു ബസ്സങ്ങ് നൽകിയാൽ, എവിടെയെങ്കിലും പാവം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതുകൂടെ പോയി വേഗം സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ ഈ അമ്മയെ നോക്കാത്തിരിക്കുകയാണ്. എന്തൊരു ഭയങ്കര വിശ്വാസമാണ്. വേദനകളും പ്രതിസന്ധികളിലൊക്കെ മാതാവിൻ്റെ ജപമാല ഉയർത്തി ഞാനിതാ ഈ മാതാവിനെ പോലെ സ്വർഗത്തിലേക്ക് പോകുവാൻ നോക്കിക്കിടക്കുന്നുവെന്ന് നടുവിടിഞ്ഞ ഒരു പിതാവിന് പറയണമെന്ന് വരികിൽ ഈ അമ്മ എത്രമാത്രം ശക്തമായ പ്രത്യാശയും വിശ്വാസമാണ് നമുക്ക് നൽകുന്നത്. ഈ അമ്മയുടെ നല്ല വിശ്വാസം, നല്ല ജീവിതാസാക്ഷ്യം, ഈ അമ്മ രൂപപ്പെടുത്തിയ നല്ല കുടുംബം, ഈ അമ്മ നൽകുന്നതായിട്ടുള്ള ആതിഥ്യ മര്യാദകളുടെ മനോഹാരിത, സ്നേഹം, കരുണ, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സൗമനസ്യം എല്ലാം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ മാതാവിൻ്റെ നല്ല അംബാസഡേഴ്സായി തീരുവാനായിട്ട്, പരിശുദ്ധ മാതാവിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് സാക്ഷിക്കുന്ന നല്ല വ്യക്തികളും കുടുംബങ്ങളുമായി തീരുവാൻ, നല്ല കൂട്ടായ്മകളായി തീരുവാൻ ഈ മരിയൻ കൺവെൻഷന് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും കാണുവാനും നിങ്ങളുടെ അനുഗ്രഹം സ്വീകരിക്കുവാനും ഈ അവസരം ദൈവം നൽകിയതിൽ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് വന്യ വൈദികരുടെയും പ്രത്യേകിച്ച് റോയിസിൻ്റെയും എല്ലാ സ്നേഹത്തിൻ്റെ വലിയ കൂട്ടായ്മയിൽ നമ്മുടെ ഈ കപ്യൂച്ചിനാശ്രമത്തോട് ചേർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദൈവകൃപ നിറഞ്ഞതായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.